എയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് PSC റിപ്പീറ്റായി ചോദിക്കുന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയെന്നുള്ള കാര്യം നോക്കാം. നമുക്കറിയാം, ഗാന്ധിജിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം. PSC മിക്ക പരീക്ഷയിലും റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ക്വിറ്റ് ഇന്ത്യ സമരം. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സമരമാണ്. ഗാന്ധിജിയുടെയും INCയുടെയും നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരം എന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ സമരമാണ്. രണ്ടാമത്തെ ബഹുജന സമരം എന്ന് ചോദിച്ചാൽ അത് 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഗാന്ധിജിയും INCയുടെയും നേതൃത്വം നടന്ന അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. നമുക്കറിയാം, ഈ സമരത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പെട്ടെന്നുള്ള അതിൻ്റെ തീപ്പൊരി എന്ന് പറഞ്ഞാൽ ക്രിപ്സ് മിഷൻ്റെ പരാജയം. ഇന്ത്യ അല്ലെങ്കിൽ INCയും ദേശീയ നേതാക്കളും പറഞ്ഞു, സ്വതന്ത്രമല്ലാത്ത മറ്റൊരു കോംപ്രമൈസിന് ഞങ്ങൾ ഒരുക്കുമ്പോൾ, നോ കോംപ്രമൈസ്, സുദീർഘമായ ഇന്ത്യയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. അല്ലാതെ താൽക്കാലിക ഒരു ഭരണകൂടം, ബ്രിട്ടൻ്റെ കീഴിലുള്ള ഒരു ഭരണത്തിന് ഒരു നിലക്കും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള ക്രിപ്സ് മിഷനോട് നമ്മൾ ഒരു കോംപ്രമൈസിനും ഒരുക്കുമ്പോൾ അതിൻ്റെ പരാജയത്തോടെയാണ് ഇന്ത്യയിൽ ഈ ഒരു ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യത്തോടെ ഒരു ബഹുജന സമരമുഖത്തിന് ഗാന്ധിജിയും INCയുടെ നേതൃത്വം നടക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ ഒന്ന് ക്രിപ്സ് മിഷൻ്റെ പരാജയം. അപ്പോൾ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നു, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വന്നു. പക്ഷേ അതിൻ്റെ പരാജയമാണ്, അല്ലെങ്കിൽ ക്രിപ്സ് മിഷൻ്റെ പരാജയമാണ്. അദ്ദേഹത്തിന് ഇത് നയതന്ത്ര തലത്തിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇതോടുകൂടെ പരാജയപ്പെട്ടതോടെ പുതിയൊരു ബഹുജന സമരത്തിന് തുടക്കം കുറിക്കുന്നത്. മറ്റു കാരണങ്ങളൊന്ന് വിലക്കയറ്റം, രണ്ടാം ലോക മഹായുദ്ധാനന്തരം വിലക്കയറ്റവും ക്ഷാമമൊക്കെ രൂക്ഷമായിരുന്നു. സാധാരണക്കാരെ ജനങ്ങളൊക്കെ വലിയ ദുരിതത്തിലായിരുന്നു അക്കാലത്ത് കഴിഞ്ഞിരുന്നത്. അപ്പോൾ വിലക്കയറ്റവും ഭക്ഷ്യക്ഷാമവും ഒക്കെ രൂക്ഷമായതും ഈ സമരത്തിനെ, അല്ലെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളും എന്ത് ചെയ്തു, ഈ സമരത്തിൻ്റെ ഭാഗമായി. മറ്റൊന്ന് ജപ്പാൻ്റെ മുന്നേറ്റവും എന്ത് ചെയ്തു, ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ്റെ മുന്നേറ്റവും എന്ത് ചെയ്തു, രണ്ടാം ലോകം അല്ലെങ്കിൽ ഈ ബഹുജന സമരത്തെ തുടക്കം കുറിക്കാൻ എന്ത് ചെയ്തു, INC തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം, ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ബോംബെയിലെ പ്രത്യേക സമ്മേളനം ചേർന്നത് 1842 ഓഗസ്റ്റ് 8 അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയവുമായി ബന്ധപ്പെട്ട INCയുടെ പ്രത്യേക സമ്മേളനം ബോംബെയിൽ ചേർന്നെന്ന് ചോദിച്ചാൽ 1842 ഓഗസ്റ്റ് 8 ഈ സമ്മേളനം, പ്രത്യേക സമ്മേളനം ചേർന്ന് നോക്കുക. ഈ പ്രമേയം പാസാക്കി ഈ സമ്മേളനം നടത്തുന്നത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം. അപ്പോൾ ഗോവാലിയ ടാങ്ക് മൈതാനത്താണ് ഈ INCയുടെ സമ്മേളനം നടന്നതെന്ന് ഓർക്കുക. അത് ഇന്ന് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ബോംബെയിലെ പ്രത്യേക സമ്മേളനം ചേർന്നത് 1942 ഓഗസ്റ്റ് 8. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സ്ഥലം എന്ന് ചോദിച്ചാൽ ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം. ഇപ്പോൾ ഗോവാലിയ ടാങ്ക് മൈതാനത്തായിരുന്നു INCയുടെ ഈ സമ്മേളനം ചേർന്ന് ഓർക്കുക. ഇന്ന് ആ പേര് ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നതെന്ന് ഓർക്കുക. ഇനി നമുക്കറിയാം, ഇതിൻ്റെ ഈ ക്വിറ്റ് ഇന്ത്യ വിടുക എന്നതിൻ്റെ, അല്ലെങ്കിൽ മറ്റു പേരുകളിൽ നിന്ന് ഓഗസ്റ്റ് പ്രസ്ഥാനം. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഒരു ബഹുജന സമരം നടന്നത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് പ്രസ്ഥാനം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. മറ്റൊന്ന് ഭാരത് ജോഡോ ആന്തോളൻ. അപ്പോൾ ഭാരത് ജോഡോ ആന്തോളൻ എന്ന പേരിലും, ഇന്ത്യ വിടുക എന്ന ഹിന്ദി വാക്കാണ് ഈ ഭാരത് ജോഡോ ആന്തോളൻ. അപ്പോൾ എന്നീ പേരുകളിലും എന്ത് ചെയ്യുന്നു, ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടും. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം ഓഗസ്റ്റ് പ്രസ്ഥാനം, അല്ലെങ്കിൽ ഓഗസ്റ്റ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഭാരത് ജോഡോ ആന്തോളൻ എന്ന പേരിലും എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. അപ്പോൾ ഈ സമരത്തിൻ്റെ
രക്തരൂക്ഷിതമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അക്രമാസക്തമായ യുവജനങ്ങളെല്ലാം അണിനിരന്നുകൊണ്ട് തന്നെ വലിയ അക്രമാസക്തമായ സമരം കൂടിയായിരുന്നു. 10,000-ഓളം ഇന്ത്യക്കാരാണ് ഈ സമരത്തിൽ രക്തസാക്ഷികളായത് എന്നുള്ളതാണ്. ഇത് നോക്കാം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് അപ്പോൾ 1942 ഓഗസ്റ്റ് 8 ബോംബെയിലായിരുന്നു പ്രത്യേക സമ്മേളനം ചേർന്നത്. ഈ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി എന്ന് ചോദിച്ചാൽ നെഹ്റുവാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണെന്ന് ഓർക്കുക. നമുക്കറിയാം, ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്നും അധികാരം ഉടനെ തന്നെ ഇന്ത്യക്കാർക്ക് തന്നെ കൈമാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അപ്പോൾ നെഹ്റു ആ സമ്മേളനത്തിൽ പറഞ്ഞു, സ്വരാജല്ലാത്ത മറ്റൊരു കോംപ്രമൈസിനും ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഒരുക്കമല്ല. പൂർണ്ണ സ്വരാജ്, സുദീർഘമായ ഇന്ത്യയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അത് ഞങ്ങൾ വിഭാജനം, അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഇന്ത്യ വിട്ടുപോകണമെന്നായിരുന്നു ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിലൂടെ നെഹ്റു ആവശ്യപ്പെട്ടു നോക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, ആ സമയത്തെ ക്വിറ്റ് ഇന്ത്യ പ്രമേയ അല്ലെങ്കിൽ സമ്മേളനം നടക്കുന്ന സമയത്തെ INC പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ മൗലാന അബുൽ കലാം ആസാദ്, ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ, മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ മൗലാന അബുൽ കലാം ആസാദാണ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് എന്ന് ഓർക്കുക. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞ കാര്യങ്ങൾ, ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം സമ്മേളനം ചേർന്ന് ബോംബെയിൽ 1942 ഓഗസ്റ്റ് 8 ഓർക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി എന്ന് ചോദിച്ചാൽ അത് നെഹ്റു ആണെന്ന് ഓർക്കുക. ആ സമയത്തെ ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് അല്ലെങ്കിൽ INCയുടെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ അത് മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് ആര്? മൗലാന അബുൽ കലാം ആസാദ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചാൽ യൂസഫ് മെഹ്റലി. അപ്പോൾ യൂസഫ് മെഹ്റലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചാൽ അത് യൂസഫ് മെഹ്റലി. ഇന്ത്യ വിടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലി. ഇദ്ദേഹം സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രതിഷേധം സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം അന്ന് അതിൻ്റെയും ഉപജ്ഞാതാവ് തന്നെയാണ് യൂസഫ് മെഹ്റലി. അപ്പോൾ ഇന്ത്യയിലെ ശ്രദ്ധേയമായ സമരങ്ങൾക്ക് അതിൻ്റെ നാമം നൽകിയ വ്യക്തി കൂടിയാണ് യൂസഫ് മെഹ്റലി. ഒന്ന് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അതുപോലെ തന്നെ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ആര്? യൂസഫ് മെഹ്റലി. അപ്പൊ യൂസഫ് മെഹ്റലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് നോക്കും. ഇനി ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചത്. അപ്പോൾ ഓഗസ്റ്റ് 8 സമ്മേളനം ചേർന്നു, ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചത്. അപ്പോൾ ചോദിക്കാറുണ്ട് PSC, ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചതെന്ന് ചോദിച്ചാൽ അത് ഓഗസ്റ്റ് 9. അപ്പോൾ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചെന്ന് ഓർക്കുക. ഇനി 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ആ സമ്മേളനത്തിൽ വെച്ച് ജനങ്ങളോട് ഗാന്ധിജി ആഹ്വാനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകുമ്പോൾ ഡു ഓർ ഡേ, ഒന്നെങ്കിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി മരിക്കുക എന്ന മുദ്രാവാക്യമാണ് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകുക. അപ്പോൾ അത് SCRTയിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഗാന്ധിജി അന്ന് ഈ മൈതാനത്ത് വെച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം, ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നെങ്കിൽ സ്വതന്ത്രമാകും അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. സ്ഥിരമായ അടിമത്തം കാണാൻ നമ്മൾ ജീവനോടെ ബാക്കിയാവില്ല എന്നാണ് ജനങ്ങൾക്ക് നൽകിയ അദ്ദേഹത്തിന്റെ ആഹ്വാനം. അപ്പോൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഈ സമരത്തിൽ നമ്മൾ ഈ രാജ്യത്തിന്റെ അവസാനത്തെ സമര പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളും അണിനിരത്തുകൊണ്ട് രാജ്യത്തിന്റെ ഈ സ്വാതന്ത്ര്യ പുലരിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണെന്ന് ഓർക്കുക. ഇനി മഹാത്മാഗാന്ധി തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച തന്റെ പത്രമാണ് ഹരിജൻ എന്ന പത്രമാണ് ഈ സമരത്തിന്റെ ഭാഗമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച പത്രങ്ങൾ എന്ന് ഓർക്കുക. പിന്നെ ഗാന്ധിജിയുടെ മറ്റു പത്രങ്ങൾ, ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം ആരംഭിച്ച പത്രമായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ. പിന്നീട് അതുപോലെ തന്നെ യങ് ഇന്ത്യ, നവജീവൻ തുടങ്ങിയത് മഹാത്മാഗാന്ധി തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച പത്രങ്ങൾ. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് തന്റെ ആശയങ്ങൾ മഹാത്മാഗാന്ധി പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച പത്രമാണിത് ഹരിജൻ എന്ന് ഓർക്കുക. ഇനി നമുക്കറിയാം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത്
വർഷം നോക്കുക. പിറ്റേ ദിവസം ഓഗസ്റ്റ് 9 തന്നെ മഹാത്മാഗാന്ധിജിയെയും മറ്റുള്ള നേതാക്കളെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ സമ്മേളനം 42 ഓഗസ്റ്റ് 8 പിറ്റേ 42 അല്ലെങ്കിൽ ഓഗസ്റ്റ് 9 തന്നെ ഗാന്ധിജി അടക്കമുള്ള ദേശീയ നേതാക്കൾ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. പിന്നീട് അതുകൊണ്ട് തന്നെ ഇതിനൊരു നേതൃത്വം ആദ്യഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ യുവജനങ്ങളൊക്കെ ഏറ്റെടുത്ത് ഈ സമരത്തിന്റെ ഗതി മാറുകയും പിന്നീട് അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു, ഈ സമരം നീങ്ങുകയും ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ തന്നെ നേതാക്കളെ ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്ത ഒരു സമരം കൂടിയായിരുന്നു ഇത് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് ഓർക്കുക. ഇനി ഗാന്ധിജിയെ തടവിലാക്കിയ ജയിലായിരുന്നു എന്ത്, ആഗാഖാൻ കൊട്ടാരം. അപ്പോൾ ഗാന്ധിജിയെ താമസിപ്പിച്ചിരുന്നത് ഏതായിരുന്നു, ആഗാഖാൻ കൊട്ടാരത്തിലായിരുന്നു ഗാന്ധിജിയെ താമസിച്ചിരുക്കുക. ഗാന്ധിജിയുടെ ഭാര്യയായിരുന്ന കസ്തൂർബ ഗാന്ധി തടവിലിരിക്കെ ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച് എന്ത് ചെയ്തു, മരണപ്പെട്ടു. അപ്പോൾ ഗാന്ധിജിയുടെ ഭാര്യയായിരുന്ന കസ്തൂർബ ഗാന്ധി എന്ത് ചെയ്തു, തടവിലിരിക്കെ മരണപ്പെട്ടു. ദിവസം ചോദിക്കാരൻ 1942 ഫെബ്രുവരി 22 ഭാര്യയായ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഭാര്യയായ കസ്തൂർബ ഗാന്ധി എന്ത് ചെയ്ത് മരണപ്പെട്ടത് എന്ന് ഓർക്കുക. അപ്പോൾ മഹാത്മാഗാന്ധി അറസ്റ്റിലായത് 1942 ഓഗസ്റ്റ് 9 ആഗാഖാൻ കൊട്ടാരത്തിലേക്കാണ് അദ്ദേഹത്തെ താമസിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യ കസ്തൂർബ ഗാന്ധി ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച് മരിച്ചത് 1942 ഫെബ്രുവരി 22 എന്ന് ഓർക്കുക. ഇനി മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കാം. എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്വിറ്റ് ഇന്ത്യ സമരനായകൻ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്ന് ചോദിച്ചാൽ അത് ജയപ്രകാശ് നാരായണനാണ്. അപ്പോൾ ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയും. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്ന് ചോദിച്ചാൽ അത് ജയപ്രകാശ് നാരായണൻ. ഇനി ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ചോദിച്ചാൽ അത് അരുണ ആസഫലിയാണ് നായിക എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്ന് ചോദിച്ചാൽ അത് ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ചോദിച്ചാൽ അരുണ ആസഫലിയാണ്. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അരുണ ആസഫലിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ 1942 ഓഗസ്റ്റ് 9 എല്ലാ ദേശീയ നേതാക്കളും അറസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ നേതൃനിരയെ മുന്നിൽ നിന്ന് നയിച്ചത് അരുണ ആസഫലി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അറിയപ്പെടുന്നത്. ഗോവാലിയ ടാങ്ക് ആ മൈതാനത്ത് വെച്ച് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക അന്ന് ഉയർത്തി ഈ സമരത്തിന് തുടക്കം കുറിച്ചതും അതിന് നേതൃത്വം കൊടുത്ത വനിത കൂടിയായിരുന്നു അരുണ ആസഫലി എന്ന് ഓർക്കുക. ഇനി നമുക്കറിയാം ഇതിന്റെ മറ്റു SCRTയിലും ഉള്ള മറ്റു പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ അറസ്റ്റിലായിട്ടും സമരം രാജ്യം മുഴുവനും എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഈ സമരം എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്തു എന്നുള്ളത്. ഒരു 3 ഘട്ടത്തിലൂടെയാണ്. ഒന്ന്, ദേശീയ നേതാക്കൾ ആദ്യ അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് യുവജനങ്ങളും ഏറ്റെടുക്കുന്നു, പിന്നീട് 3-ാം ഘട്ടത്തിൽ താൽക്കാലിക സത്താറയിലടക്കം എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ജനകീയ മുന്നേറ്റത്തിന് ഫലമായി താൽക്കാലിക ഭരണകൂടങ്ങൾ എന്ത് ചെയ്തു, നിലവിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ദേശീയ തലത്തിൽ നേതാക്കൾ അറസ്റ്റിലായിട്ടും ഇതിന്റെ എല്ലാ യുവജനങ്ങളടക്കം നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്തു, രാജ്യതലത്തിൽ തന്നെ ഈ സമരം എന്ത് ചെയ്തു, വ്യാപിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിന്റെ മറ്റൊരു പ്രത്യേകത, എല്ലാ ജനവിഭാഗങ്ങളും എന്ത് ചെയ്തു, ഈ സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ പങ്കെടുത്തു, യുവജനങ്ങൾ പങ്കെടുത്തു, അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ സമരത്തെ ഏറ്റെടുത്ത് എന്ത് ചെയ്തു, മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും എന്ത് ചെയ്തു, അണിനിരത്താൻ ഈ സമരത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയായിരുന്നു ഈ സമരത്തിന്റെ ഭാഗമായി മറ്റു കാര്യങ്ങൾ നാം നോക്കാം. ഒന്ന്, പോസ്റ്റ് ഓഫീസുകൾ, കമ്പി തപാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എന്നിവ എന്ത് ചെയ്തു, ആക്രമിക്കപ്പെട്ടു. അപ്പോൾ തപാൽ ഓഫീസുകൾ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എന്ത് ചെയ്തു, ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രത്യേകത, ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹിയ, അരുണ ആസഫലി, സുജാത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്നാണ് സമരം. അപ്പോൾ ഒളിവിൽ നിന്ന് സമരം നയിച്ചത്, സമരത്തിന് SCRTയിൽ പറയുന്ന ഒരു പോയിന്റാണ്. ഒളിവിൽ സമരത്തിന് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഒന്ന് ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹിയ, അരുണ ആസഫലി, സുജാത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്നാണ് സമരത്തിന്റെ അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തു നോക്കുക. ഇനി മറ്റൊരു സവിശേഷത, ബോംബെ നഗരത്തിൽ നിന്ന് രഹസ്യമായി സംപ്രേഷണം ചെയ്ത കോൺഗ്രസ് റേഡിയോ വഴി നേതാക്കളോട് സമരക്കാരെന്ത് ചെയ്തു, സംസാരിച്ചു. അപ്പോൾ റേഡിയോ വഴിയായിരുന്നു
ജനങ്ങളോട് അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കെല്ലാം അവയർനെസ് നടത്തിയിരുന്നത് കോൺഗ്രസ് റേഡിയോ വഴിയായിരുന്നു. ഓർക്കുക, ഈ ഉഷാ മേത്തയാണ് ഈ റേഡിയോ പ്രവർത്തനങ്ങൾക്ക് ഇതിൻ്റെ നേതൃത്വം കൊടുത്ത വനിത എന്ന് ചോദിച്ചാൽ ആരാണ്? ഉഷാ മേത്തയാണെന്ന് ഓർക്കുക. ഉഷാ മേത്തയായിരുന്നു ഈ റേഡിയോ സംപ്രേഷണത്തിന് നേതൃത്വം കൊടുത്തതെന്ന് ഓർക്കുക. ഇനി മറ്റൊരു സവിശേഷത, സമരം പലയിടത്തും അക്രമത്തിലെത്തിയപ്പോഴും അക്രമങ്ങൾ അപലപിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. അപ്പോൾ ഗാന്ധിജി ഒരു തരത്തിലും ഇത് അപലപിക്കാൻ തയ്യാറായില്ല. ഇതിനെല്ലാം കാരണം ആരാണ്? ബ്രിട്ടീഷുകാരാണെന്നുള്ള ഒരു നിലപാടായിരുന്നു അദ്ദേഹം എടുത്തത്. അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ അക്രമമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ ഭരണകൂടം നടത്തിയ ക്രൂരമായ വേട്ടയാടലുകളാണ് ഈ ജനങ്ങളെ ഇതിന് പ്രകോപിപ്പിച്ചതും ഇതുകൊണ്ടാണ് അവർ അക്രമത്തിന് മുതിരുന്നതും എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. പിന്നെ അക്രമത്തെ അപലപിക്കണമെന്ന സർക്കാരിൻ്റെ നിർബന്ധത്തിന് അദ്ദേഹം വഴങ്ങാതെ ഗാന്ധിജിയിൽ 21 ദിവസമാണ് അദ്ദേഹം നിരാഹാരം കടന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 21 ദിവസമാണ് നിരാഹാരം സർക്കാരിൻ്റെ അഭ്യർത്ഥന തള്ളിക്കൊണ്ട് അദ്ദേഹം നിരാഹാര സമരം നടത്തിയത് എന്ന് ഓർക്കുക. ഇനി അക്കാലത്ത് മറ്റൊരു കാര്യങ്ങൾ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ നേതൃത്വം ഒഴിവാക്കിക്കൊണ്ട് അവിടെ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിച്ചു എന്നുള്ളത്. സത്താറയിലടക്കം, അതുപോലെ തന്നെ താംലൂക്ക്, ബല്ലിയ എന്നിവിടങ്ങളിലൊക്കെ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗ് അന്ന് ഉയർത്തിപ്പിടിച്ചത് വിഭജിക്കുക അല്ലെങ്കിൽ പുറത്തു പോവുക. അപ്പോൾ വിഭജിക്കുക അല്ലെങ്കിൽ പുറത്തു പോകുക എന്ന മുദ്രാവാക്യമായി അന്ന് മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെ സപ്പോർട്ട് ചെയ്യാത്തവരെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഹിന്ദു മഹാസഭ, ഈ സംഘടനകളൊന്നും ക്വിറ്റ് ഇന്ത്യ സമരത്തെ പിന്തുണച്ചില്ല, സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെ സപ്പോർട്ട് ചെയ്യാത്തവരാണ് മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഹിന്ദു മഹാസഭ തുടങ്ങിയ പാർട്ടികൾ ഈ സമരത്തിന് പിന്തുണ സപ്പോർട്ട് ചെയ്തില്ല. ഇനി ആ സമയത്ത് 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്തെ വൈസ്രോയി ആയിരുന്ന ലിൻലിത്കോ പ്രഭു അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്, 1857 വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവമാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അപ്പോൾ 57 ശേഷം കണ്ട ഏറ്റവും വലിയൊരു വിപ്ലവം എന്നാണ്, അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയ ഒരു പ്രക്ഷോഭം എന്നാണ് അദ്ദേഹം ലിൻലിത്കോ പ്രഭു ഇതിനെ അപ്പോൾ ഗുരുതരമായ ഒരു വിപ്ലവം തന്നെയാണ് നടന്നത് എന്നാണ് പറയുന്നത്. ഇനി അക്കാലത്ത് സ്ഥാപിച്ച താൽക്കാലിക ഭരണകൂടങ്ങൾ ആരൊക്കെയാണ് അതിൻ്റെ നേതൃത്വ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇത് SCERTയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അക്കാലത്ത് സ്ഥാപിച്ച ക്വിറ്റ് ഇന്ത്യ സമരാനന്തരം സ്ഥാപിച്ച താൽക്കാലിക ഭരണകൂടങ്ങൾ നോക്കാം. ഒന്ന് ബല്ലിയ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ നമുക്കറിയാം ചിട്ടു പാണ്ഡെയുടെ നേതൃത്വത്തിലാണെന്ന് സമാന്തരം. അപ്പോൾ അക്കാലത്ത് സ്ഥാപിച്ച ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്ഥാപിച്ച സമാന്തര ഭരണകൂടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ബല്ലിയ ഉത്തർപ്രദേശിലാണെന്ന് ഓർക്കുക, നേതാവ് ചിട്ടുപാണ്ഡ. അപ്പോൾ ബല്ലിയ ഉത്തർപ്രദേശ്, ചിട്ടുപാണ്ഡ. ഇനി മറ്റൊരു താൽക്കാലിക ഭരണകൂടം സത്താറ എന്ന് ഓർക്കുക, അത് മഹാരാഷ്ട്രയിലാണ്. അത് നാനാ പാട്ടീലിന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ നേതാവ് അപ്പോൾ സത്താറ മഹാരാഷ്ട്രയിലാണെന്ന് ഓർക്കുക, അത് നേതാവ് നാനാ പാട്ടീലിനായിരുന്നു അതിൻ്റെ നേതാവ് എന്ന് ഓർക്കുക. ഇനി താംലൂക്ക്, നമുക്കറിയാം ബംഗാളിൽ ഈ താംലൂക്കിൽ നിലവന്ന ഈ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത് സതീഷ് ചന്ദ്ര സാമന്ത. അപ്പോൾ സതീഷ് ചന്ദ്ര സാമന്തയായിരുന്നു താംലൂക്കിൽ നേതൃത്വം കൊടുത്തത്. അപ്പോൾ താംലൂക്കിൽ അത് ബംഗാളിലാണെന്ന് ഓർക്കുക. അതിൻ്റെ നേതാവ് എന്ന് ചോദിച്ചാൽ താൽക്കാലിക ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? സതീഷ് ചന്ദ്ര സാമന്ത. അപ്പോൾ 3 താൽക്കാലിക ഭരണകൂടങ്ങളാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രധാനമായും വന്ന് നോക്കുക. ഒന്ന് ബല്ലിയ ഉത്തർപ്രദേശിലാണ്, നേതാവ് ചിട്ടുപാണ്ഡ എന്ന് ഓർക്കുക. മറ്റൊന്ന് സത്താർ, അത് മഹാരാഷ്ട്രയിലാണ്, നേതാവ് നാനാ പട്ടേൽ. താംലൂക്ക് അത് പശ്ചിമ ബംഗാളിലാണെന്ന് ഓർക്കുക, നേതാവ് സതീഷ് ചന്ദ്ര സാമന്തയാണ് അതിൻ്റെ നേതാവ് എന്ന് ഓർക്കുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത്. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ കാണാൻ എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.